ഒരു അടിപൊളി പൊട്ടാറ്റോയും കുമ്പളങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ? നല്ല ആരും വന്നോളൂ കേട്ടോ. ഫസ്റ്റ് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലീൻ ആക്കിയിട്ടുള്ള ബീഫ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം കുറച്ച് ഉലുവയും ആവശ്യത്തിന് വേണ്ട ഉപ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ ജീരകം കൂടി പേസ്റ്റാക്കി അരച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു വലിയ സവാളയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒരു 2 വലിയ തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആവട്ടെ കേട്ടോ. ഇനി നമുക്ക് മസാലകളായിട്ട് കാശ്മീരി ചില്ലി, സാധാ എരിവുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, മീറ്റ് മസാല, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് റെഡിയാക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കുമ്പളങ്ങയും കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാവേ. ഇത് വൈറ്റ് റൈസിൻ്റെ കൂടെ ഒരു പൊളി കോമ്പിനേഷൻ തന്നെ.